ഒരു കംപ്ലീറ്റ് എഞ്ചിൻ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഫുൾ അഴിച്ചു നോക്കിയിട്ട് പ്രശ്നമുള്ള സാധനമെല്ലാം മാറിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കംപ്ലീറ്റ് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ ഫോർക്കിനും ചെറിയ ഇഷ്യൂ ഉണ്ട്. ഫോർക്ക് വരാനായിട്ടും ചെറിയ ഇഷ്യൂ ഉണ്ട്. അതും നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് എഞ്ചിൻ അഴിച്ചു തുടങ്ങാം. ഈ ഒരു അലുമിനിയം വാഷർ മാറ്റാതെ അതിൽ പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, അങ്ങനെ എഞ്ചിൻ നമ്മൾ ബൈക്കിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് പൊളിക്കാം. ഇതാണ് പേസ്റ്റ് അടിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. പേസ്റ്റ് അതിനകത്തോട്ട് ഫുള്ള് ഇറങ്ങിയിരിക്കുന്നതാണ്. ഇതാണ് അകത്ത് പോയി സർക്കുലേഷൻ ഒക്കെ ബ്ലോക്ക് ആകും. ഈ ഒരു വാൽ ഡോർ തുറന്നപ്പോൾ തന്നെ അതിലുള്ള പേസ്റ്റിങ് നോക്കി, ഫുൾ പേസ്റ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്ത് വിടുകയാണ് കേട്ടോ. ഇതിലും കണ്ട പേസ്റ്റ് രീതിയിൽ പേസ്റ്റ് ഉണ്ട്. സിലിണ്ടറിക്കൊക്കെ പോയി കേട്ടോ. അകത്തുള്ള സ്റ്റോറിങ് നോക്കി നമ്മളിനി ഇതെല്ലാം റീപ്ലേസ് ചെയ്യണം കേട്ടോ. ഇനി പിസ്റ്റണിലും സ്റ്റോറിങ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്യണം കേട്ടോ. പക്ഷേ വലിയ ഒന്നുമില്ലല്ലേ? അല്ല അല്ല, ഇത് ലേത്തി കൊടുത്തിട്ട് ഇത് മാത്രമായിട്ട് തറച്ചിട്ട് എങ്ങനെയാണ്? സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. മുമ്പ് ടൂളില്ലാതെ എല്ലാം അടിച്ച് ചപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. ഈ ഏരിയയിലുണ്ടോ? ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാർട്സ് കൊണ്ട് വരാനുണ്ട്. വന്നതിന് ശേഷം നമ്മളിത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കിനി പാർട്ട് 2 കാണാം.